നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മെ സ്നേഹിക്കുകയും തമ്പുരാൻ്റെ അരുമ മക്കളായി നമ്മോടൊപ്പം എപ്പോഴും നമ്മോടൊപ്പം ആയിരുന്ന് ദൈവത്തോട് ചേർത്ത് നിർത്തി ആ സ്വർഗീയ കനാനിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ബലം നൽകി, നമുക്ക് ശക്തി നൽകി നമ്മെ വഴി നടത്തുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും അനുരഞ്ജിപ്പിക്കുവാൻ നമ്മുടെ ഉടയവൻ നമ്മിലേക്ക് കടന്നു വന്നു. ഇത് വലിയൊരു സത്യമാണ്. പൗരസ്ത്യ പിതാക്കന്മാർ അത് വളരെ ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും പറയാറുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്: സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകലത്തിനെയും എല്ലാറ്റിനെയും അനുരഞ്ജിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഈ ലോകത്തിലേക്ക് നമ്മിലേക്ക് കടന്നു വന്നു. പൗലോസ്ലീഹ 1 തീമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും സ്വീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, പാപികളിൽ ഞാൻ ഒന്നാമൻ. യേശു എന്നെ രക്ഷിപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ നമ്മിലേക്ക് കടന്നു വന്നു. ഈ ഒരു അവബോധം എളിയവനായ എനിക്കും ശ്രേഷ്ഠരായ നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാകണമേ. ഇന്ന് നമുക്കറിയാം, ലോക പരിസ്ഥിതി ദിനം നാം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ദേവാലയ പരിസരങ്ങളിലും അതുപോലെ ആതുരാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിസരത്തുമൊക്കെ വൃക്ഷത്തൈകൾ നട്ടു. ഈ പ്രകൃതിയോട് ഇഴുകിച്ചേരുവാൻ, താതാത്മ്യം പ്രാപിക്കുവാൻ, പ്രകൃതിയെ സ്നേഹിക്കുവാൻ ഉള്ള ഒരു പ്രത്യേകമായ അവസരമാണല്ലോ ഈ ദിവസങ്ങളിലൊക്കെ നമുക്കുള്ളത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 2-ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചയമാണ്. നമ്മൾ പലപ്പോഴും പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതും ഹൃദിസ്ഥമാക്കിയിട്ടുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിച്ചിട്ടുള്ളതുമായ അനേക പ്രസംഗങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നാം പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ പ്രതിപാദ്യമാണ് ഇന്നത്തെ വിശുദ്ധ എവങ്കേലിയൻ ഭാഗം. The Gospel according to Saint Matthew, chapter 10. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളും. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. അന്ന് ശിഷ്യന്മാർക്ക് നൽകിയെങ്കിൽ ഇന്ന് ഈ കാലയളവിൽ എളിയവനായ എനിക്കും ഈ ഉള്ളവനും നിങ്ങൾക്കും നൽകുന്ന ഉപദേശമായി, നിർദ്ദേശങ്ങളായി നാം ഇതിനെ കാണുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഉപദേശങ്ങൾ വളരെ പ്രസക്തമാണ്. എന്താണ് തമ്പുരാൻ നൽകുന്ന ഉപദേശങ്ങൾ? വിശുദ്ധ മത്തായി ശ്ലീഹായുടെ പ്രത്യേകിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. 12 പേരെയും അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിക്കുന്നത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾ അടുക്കൽ തന്നെ ചെല്ലുവിന്.
നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. വീണ്ടും വായിക്കുകയാണ്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുവീൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. വീണ്ടും വായിക്കുകയാണ്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തുടർന്ന് വായിക്കുകയാണ്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവൻ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. വീണ്ടും വായിക്കുന്നു. യേശു തൻ്റെ ഈ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തന്ന ശേഷം അതാത് പട്ടണങ്ങളിൽ ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും അവിടെ നിന്ന് പുറപ്പെട്ടു. വിശുദ്ധ മർക്കോസ് എവങ്കലിസ്ത ഇപ്രകാരം എഴുതുന്നു. യേശു തമ്പുരാൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ യേശുവിൻ്റെ അരികെ വന്നു. യേശു തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ഈ വേദഭാഗങ്ങൾ സാവകാശം നാം വായിച്ച് ഹൃദയസ്ഥമാക്കുമ്പോൾ ഒത്തിരി നമുക്ക് ആത്മബലം, ആത്മശക്തി ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. വിദ്യാവിഹീനരും സാധാരണക്കാരുമായ വ്യക്തികളെ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ തെരഞ്ഞെടുത്തു. പ്രത്യേക ലക്ഷ്യത്തോടെ യേശു അവരെ തെരഞ്ഞെടുത്തു. പ്രത്യേകമായി നാം ഓർക്കണം, ഇന്ന് ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്? വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെരി സ്മാർട്ട് പീപ്പിൾ ആർ സെലക്ടഡ് ഫോർ ജോയിൻ ദി ഓറിയന്റഡ് റീജിയൻസ്. ഏറ്റവും സമർത്ഥരായ, ഏറ്റവും കഴിവുള്ളവരെയാണ് ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ശ്രേഷ്ഠ ഗുരു തിരഞ്ഞെടുത്തത് വിദ്യാവിഹീനരും സാധാരണക്കാരുമായ വ്യക്തികളെയാണ്. ഒരു ഭക്തൻ ഇപ്രകാരം പറയുന്നു. പൊന്നും വെള്ളിയും മടിശീലയും ഇല്ലാത്തവർ, പഞ്ഞവും പട്ടിണിയും വിശപ്പും ദാഹവും അധ്വാനവും കൈമുതലായുള്ളവരെ സ്നേഹവാനായ യേശു ക്രിസ്തുദേവൻ തെരഞ്ഞെടുത്തു. KP കേശവമേനോൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, യേശുദേവൻ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുവിന്റെ വാക്കും യേശുവിന്റെ നോട്ടവും യേശുവിന്റെ താങ്ങും എല്ലാം അനേകർക്ക് ആശ്വാസം നൽകി. ഈ വിശുദ്ധ ശിഷ്യന്മാരിലൂടെ അനേകരിലേക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെയും എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. എളിയവനായി എനിക്ക് ഈ പരിശുദ്ധ ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ വിളിച്ചതാണ്. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ തമ്പുരാൻ വിളിച്ചതാണ്. യെരമ്യാ പ്രവാചക പുസ്തകവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരമ്യാ പ്രവാചക പുസ്തകം 29-ാം അധ്യായത്തിലാണ്. I have a plan for you, not for your disaster, but for your good future. മകനെ, മകളെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നീ എൻ്റെ സന്നിധിയിൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, അയ്യോ പൊന്നു, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം.
പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓർക്കണം, എല്ലാവരും ഈ പരിശുദ്ധ ആലയത്തിൽ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി ആവാലപുറത്തും എല്ലാവരും ശ്രേഷ്ഠരായ എല്ലാ ഗുരുക്കന്മാരും മാതാപിതാക്കളെയും ദൈവം തെരഞ്ഞെടുത്തു. ഈ പുണ്യഭൂമിയിൽ പൂർവസൂരികളായ പിതാക്കന്മാർ സ്വപ്നം കണ്ട് നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ദൈവാശ്രയത്തിൽ നിങ്ങളെ വളർത്തി. പുണ്യശ്ലോകനായ പരിശുദ്ധ മധ്യസ്തുതിയൻ ബാബാ തിരുമേനി എന്റെയും നിങ്ങളുടെയും ശ്രേഷ്ഠ ഗുരു. ആ പിതാവ് നമ്മെ വ്യക്തിപരമായി സ്നേഹിച്ചു, നമ്മെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിച്ചു, ദൈവികമായി വളരുവാൻ ദൈവത്തിന്റെ വഴികൾ നടത്തുവാൻ നമ്മെ അഭ്യസിപ്പിച്ചു. പ്രിയപ്പെട്ടവർ, എത്രയോ മഹാഭാഗ്യമാണ്. പെരിങ്ങനാട് മർത്തശ്മോനി വലിയ പള്ളി ദേവാലയം സ്വപ്നം കണ്ട നമ്മുടെ പൂർവ്വസൂരികളായ പിതാക്കന്മാർ, അവർ അപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു, കഷ്ടപ്പെട്ടു, കഠിനാധ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവരിലൂടെ കൈമാറി ലഭിച്ച് ശ്രേഷ്ഠരായ നിങ്ങൾ ഒരുമയോടും ഐക്യത്തോടും നിലകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നേടിയതാണ് എല്ലാം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കാര്യാണി ഉദ്യമേനഹി സിദ്ധന്തേന മനോരഥയെ. കാര്യങ്ങൾ മനോരഥം കൊണ്ട് സാധിക്കുകയില്ല, ഹാർഡ് വർക്കിംഗ്, അധ്വാനം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് സാധിക്കും. ഈ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരെ നാം കാണുമ്പോൾ അധ്വാനശീലികളായിരുന്നു. മടിയന്മാർക്കും ഉദാസീനർക്കും ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ദൈവം അവസരങ്ങൾ അത് ഭംഗിയായി ഉപയോഗിക്കുന്നവരെ ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കും. അതാണ് ജീവിതത്തിൽ ശ്രേഷ്ഠത. നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടൊന്നും സാധിക്കുക, ദൈവത്തിന്റെ കൃപയാണ്. മലയാള മനോരമയുടെ മുഖ്യ പത്രാധിപർ ദിവംഗതനായ ഡോക്ടർ ബഹുമാനപ്പെട്ട KM മാത്യുച്ചാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ KM മാത്യു അവറുകൾ. ഞാൻ പരിശുദ്ധ ബാബാ തിരുമനസിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. സഭയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച ഒരു ധന്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം, മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് 8-ാം മോതിരം. നിങ്ങൾ പലരും അത് വായിച്ചു കാണും, വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്താണ് അതിൻ്റെ രക്തചുരുക്കം? മിസ്റ്റർ KM മാത്യു അവരോട് പറയുന്നു, തൻ്റെ പിതാവ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു, ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി. ആ പിതാവ് തനിക്ക് അയച്ച ഒരു കത്ത് അതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞെ, ഈ കാണുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. 99% ദൈവകൃപയും വെറും 1% നമ്മുടെ കഴിവും അധ്വാനവുമാണ്. KM മാത്യു അവർ പറയുകയാണ്, ചെറുപ്പത്തിൽ എനിക്കിതൊന്നും മനസ്സിലായില്ല, എന്നാൽ കാലഘട്ടം മുന്നോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ കൃപയാണ്. പരിശുദ്ധ മാത്യുസ്തീൻ ബാബാ തിരുമനസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ, വിത്തൗട്ട് ക്രൈസ്റ്റ് യു ആർ എ ബിഗ് സീറോ. ഒത്തിരി 0 ഇട്ടാലും ഇടതുവശത്ത് ഒരു 1 ഇല്ലെങ്കിൽ ബിഗ് സീറോ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, അവനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ ജീവിതം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ആ ദൈവിക പാതയിൽ, ദൈവ വഴിയിൽ യാത്ര ചെയ്യുവാനും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും സാധിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടുതലായി ലഭിച്ച ദിവസങ്ങളാണല്ലോ പെന്തിക്കോസ്തി പെരുന്നാളിൽ സംബന്ധിച്ച്. ആ ദൈവിക കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സത്യത്തിൻ്റെയും നീതിയുടെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മാവ്, നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയാണ്.
ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനമതിയുള്ള ഏതെങ്കിലും ഭാഗം മാർപ്പാപ്പ പോലും പറഞ്ഞു 7 മിനിറ്റ് 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കരുതെന്നാണ്. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് നൽകുന്ന ആഹ്വാനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലും പ്രസക്തമാകണം. നമ്മുടെ ജീവിതത്തിൽ അത് ഒരാനന്ദമായി തീരണം. ഇവിടെ ഏറ്റവും അവസാനം വായിച്ച വേദഭാഗത്ത് വായിച്ചല്ലോ, പ്രവാചകനായി കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാനായി കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ദൈവാത്മാവിൽ നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: തങ്ങൾക്കുള്ളവ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ എന്നിൽ വന്നു ചേർന്നതെല്ലാം, അത് ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ, മറ്റൊരു കാരണവും ഇല്ലാതെ മശിഹായുള്ള സ്നേഹത്തെ പ്രതി പങ്കിടുമ്പോൾ അവർക്ക് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഇന്ന് ലോകത്തിൽ കാണുന്ന പോലെയല്ല. ഇന്ന് ലോകത്തിൽ കാണുന്നത് തങ്ങൾക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കിടുന്ന അനേകരെ നമുക്ക് ദിവസവും കാണുവാൻ സാധിക്കും. മാനുഷിക ബഹുമാനത്തിനും ലൗകിക സംതൃപ്തിക്കും വേണ്ടി പങ്കിടുവാൻ ഇന്ന് അനേകരുണ്ട്. എന്നാൽ ഒരു കാരണവുമില്ലാതെ, ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ ദൈവസ്നേഹത്തെ പ്രതി പങ്കിടുമ്പോൾ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ദൈവഭക്തരെ ബഹുമാനിക്കുന്നവൻ ദൈവ സ്നേഹിതനാണ്. അതുപോലെ ദുഷ്ടനെ ഏതെങ്കിലും വിധത്തിൽ പ്രസാദിപ്പിക്കുന്നവൻ അവനേക്കാൾ ദുഷ്ടനാണ് എന്നാണ് ഒരു പിതാവ് പറഞ്ഞു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ആ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, നീ എന്നെ വിളിച്ചു, നീ എനിക്ക് കുഞ്ഞുങ്ങളെ നൽകി. ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ, ദേവാലയത്തോട് ചേർത്ത് നിർത്തുവാൻ, ദൈവപ്രസാദമാവോളം നുകരുവാൻ ദൈവം നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം എളിയവനായി നിങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.